നമ്മൾ ഇത് കോളർ നെക്കാണ് വരച്ചേക്കണത്. കോളർ നെക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്നുള്ളതാണ്. ആദ്യം തന്നെ നമ്മളിങ്ങനെ താഴെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യാം. ഇനി ചെസ്റ്റിൻ്റെ അവിടെ വരുമ്പോൾ ബാക്ക് കട്ട് ചെയ്യണം ആദ്യം തന്നെ. മുകളിലേക്ക് വന്ന് ബാക്ക് ആദ്യം കട്ട് ചെയ്യാം. ഇനി ബാക്കിൻ്റെ നെക്ക്. ഇനി അതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മളിവിടെ കട്ട് മാർക്ക് ഇടണം. ഹിപ്പിൻ്റെ അവിടെ ഒരു കട്ട് മാർക്ക്, വേസ്റ്റിൻ്റെ അവിടെ ഒരു കട്ട് മാർക്ക്. ഇതിന് ശേഷം ബാക്ക് ഭാഗം മാറ്റി മടക്കി വയ്ക്കുക. ബാക്ക് അടിയിലേക്ക് ബാക്ക് ഭാഗം മടക്കിയിട്ട് ഫ്രണ്ട് മാത്രം കുഴിച്ച് കട്ട് ചെയ്യുക. ഫ്രണ്ട് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഫ്രണ്ട് ഭാഗം നമ്മൾ 1/2 ഇഞ്ച് കുഴിച്ച് വരയ്ക്കണം. ആ കുഴിച്ച് വരയ്ക്കുമ്പോൾ പകുതിയിലേക്ക് എത്തിക്കാണ്ട് എവിടെയാണോ ഷേപ്പ് കറക്റ്റ് ചേരണേ അവിടേക്ക് വേണം എത്തിക്കാനായിട്ട്. ഇനി ഫ്രണ്ട് പോർഷൻ വരയ്ക്കാം. എന്നിട്ട് ഇനി നെക്ക്. ഇനി ഈ വി ഷേപ്പ് 4 ഇഞ്ചാണ് വി ഷേപ്പ് കൊടുത്തേക്കണം. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ നൈറ്റിയുടെ ബോഡി പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. നൈറ്റ് പീസിൻ്റെ കോളറിനുള്ളത് നൈറ്റ് മെറ്റീരിയലാണിത്. ഇപ്പോൾ ഈ ഭാഗം നമുക്ക് സ്ലീവിന് എടുക്കാൻ പറ്റും. ബാക്കി ഭാഗം ഇത് സ്ലീവാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഇത് സ്ലീവ്, ഈ ഭാഗത്തു നിന്നാണ് നമുക്ക് സ്ലീവ് കിട്ടുക. സ്ലീവ് നൈറ്റി പീസ് കൊണ്ട് നമ്മൾ ഇതിൻ്റെ ബോഡി പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് കോളർ നെക്കാണിത്. കോളർ നെക്ക് സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. നമ്മൾ ഇതുപോലെ ഇത് വേണ്ട, ഇവിടെ ഓപ്പൺ ഭാഗമുണ്ട്, വീണ്ടും ഇങ്ങോട്ട് മടക്കുക. സ്ലീവിൻ്റെ വീതി ഭാഗം കണ്ടുപിടിക്കുന്നത്, ഇങ്ങോട്ടുള്ള ഭാഗം അടയ്ക്കുന്നത് ചെസ്റ്റ് ഔട്ട് ബൈ 4 - 1 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് 8 ഇഞ്ചാണ് വേണ്ടത്. 38 ഇഞ്ചാണ് എൻ്റെ ചെസ്റ്റ് റൗണ്ട്. നമുക്കിവിടെ 8.5 ഇഞ്ച് വീതി, 8.5. പിന്നെ ലെങ്ത്ത് വേണ്ടത് 11 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. 10 ഇഞ്ചാണ് ലെങ്ത്ത്. 1 ഇഞ്ച് കൂട്ടിയാൽ മതി. അതായത് തേര് ഭാഗം ഇവിടെ താഴെ തേരുവശമാണ്. തേരുവശമാകുമ്പോൾ സ്ലീവ് ലെങ്ത്ത് +1 മതി. തേരുവശം അല്ലെങ്കിൽ 1.5 ഇഞ്ച് നമ്മൾ കൂട്ടണം. ഇനി അതുപോലെ തന്നെ നമ്മളിവിടെ ഈ 11 ഇഞ്ചിൽ ഇവിടെ ഒരു ബോക്സ് ഇങ്ങനെ വരയ്ക്കാം. ഇനി താഴെ ഇവിടെ നിന്ന് മുകളിൽ നിന്ന് 4 ഇഞ്ച് ഷേപ്പ് വരയ്ക്കണം. നമ്മളിവിടെ ഷേപ്പ് സ്ലീവ് റൗണ്ട് ഈ തേര് ഭാഗത്താണ് നമ്മൾ സ്ലീവ് റൗണ്ട് എടുക്കേണ്ടത്. സ്ലീവ് റൗണ്ട് 5 ഇഞ്ചാണ്. 5 + 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇനി നമ്മൾ ഇവിടെ ഈ പോയിന്റ് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇനി ഈ 4 ഇഞ്ചിൻ്റെ നമ്മൾ ഷേപ്പ് വരച്ചിട്ടുണ്ടല്ലോ, 4 ഇഞ്ചിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഒരു ഷേപ്പ് ഇതിങ്ങനെ വരയ്ക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം, നമ്മൾ ഈ ഭാഗത്തിന് 4 ആക്കണം. 9.5 ആവുമ്പോൾ 4.75, 2.25 ഒരു പോയിന്റും, വീണ്ടും 2.25 ഒരു പോയിന്റും. അതുപോലെ തന്നെ ഫസ്റ്റ് പകുതിയിൽ നിന്ന് 4 ഇഞ്ച് മുകളിലേക്കും 1/2 ഇഞ്ച് താഴേക്കും. കോളർ നെക്കായ കാരണമാണ് നമ്മൾ 1/2 ഇഞ്ച് താഴേക്ക് ഫ്രണ്ട് ഭാഗം വരുന്നത്. ഈ ഭാഗം ബാക്കാണ് നമുക്ക് വരുന്നത്, ഈ ഭാഗം ഫ്രണ്ട് പോർഷനാണ് വരുന്നത്. നമുക്ക് ഈ ഷേപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രഞ്ച് കർവൊക്കെ വെച്ച് വരയ്ക്കാം. കട്ട് ചെയ്ത് ബാക്ക് ഭാഗം നമുക്ക് ഫ്രഞ്ച് കർവിൻ്റെ ഈ ഭാഗം വെച്ചിട്ട് വരയ്ക്കാം. നമുക്ക് ഇപ്പോൾ ഇവിടെ നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ, ഇവിടെ 1/2 ഇഞ്ചാണ് കോളറിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ പോർഷനിൽ കണ്ടോ, ഇവിടെ ഈ ഭാഗമാണ് കേട്ടോ ബാക്ക് ഭാഗം. ഇവിടെ വെച്ചിട്ട് വരയ്ക്കുക. ഇവിടെ ഇങ്ങനെ ഈ പോയിന്റിലേക്ക് 4 ഇഞ്ചിലേക്ക് പിന്നെ ഇങ്ങനെ തന്നെ നീക്കുക. കണ്ടോ, ഇതുപോലെ ഇത് ഇവിടെ വന്നില്ലേ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഷേപ്പ് കിട്ടി. ഇനി ഫ്രണ്ട് പോർഷൻ ഈ ഭാഗം 1/2 ഇഞ്ചിലേക്ക് ഈ പോയിന്റിൽ നിന്ന് കറക്റ്റ് 1/2 ഇഞ്ചിലേക്ക് ഇങ്ങനെ ഇങ്ങോട്ട് നീക്കി വയ്ക്കണം. കണ്ടോ, ഇതുപോലെ ഇവിടെ വരുമ്പോൾ ഷേപ്പ് ഇങ്ങനെ വരണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് വരയ്ക്കുമ്പോൾ ബാക്ക് ഭാഗം ഈ ഭാഗവും ഫ്രണ്ട് പോർഷൻ ഇതുകൊണ്ടും വരയ്ക്കണം. ഇതുപോലെ ഇങ്ങനെ വയ്ക്കുക, വീണ്ടും ഇങ്ങനെ ഇങ്ങ് നീക്കി വയ്ക്കുക. ഫ്രണ്ട് പോർഷൻ ഇവിടെ ഇങ്ങനെ നീക്കി ഈ ഷേപ്പിലേക്ക് ഈ പകുതിയിലേക്ക് ഇട്ടാൽ. അപ്പോൾ ഈ വരേനെ നിങ്ങൾ 4 ഭാഗമാക്കണം. ഇനി നമുക്ക് കട്ട് ചെയ്യാം.
ആദ്യം തന്നെ ബാക്കാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. കട്ട് മാർക്ക് ഇടാം. നിവർത്തി വയ്ക്കുക ഇങ്ങനെ, കണ്ടോ? അപ്പം ഇത് ബാക്ക് ഭാഗം വന്നു, ഈ വശം ഫ്രണ്ട് കിട്ടി. നമുക്ക് ഇവിടേക്ക് വരുമ്പോൾ ഈ കട്ട് മാർക്കിലേക്ക് വരുമ്പോൾ ചേർന്ന് വരണം, അധികം ഇവിടെ കുഴിഞ്ഞു പോകരുത് കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇവിടെയും ഒരു കട്ട് മാർക്ക് ഇട്ട് കൊടുക്കുക.